ഹായ്. ഇപ്പോൾ കുറേ ന്യൂസുകൾ വരുന്നുണ്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട്. ഇതിലൊക്കെ എപ്പോഴും ഡോക്ടർ ചെയ്തില്ല, ഡോക്ടർ നോക്കിയില്ല, ഡോക്ടർ കുറ്റക്കാരൻ. ബേസിക്കലി എൻ്റെ അനുഭവത്തിലൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഫസ്റ്റ് ഓഫ് ഓൾ അസസ് ചെയ്യും. പേഷ്യൻ്റ് അസസ് ചെയ്ത് നമ്മൾ ആ പേഷ്യൻറ്റിന് വേണ്ട ടെസ്റ്റുകളെല്ലാം എഴുതി കൊടുക്കും. എഴുതി കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റാഫ് നേഴ്സാണ് വന്നിട്ട് എന്തൊക്കെ ടെസ്റ്റുകളുണ്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കും. ചിലത് ബൈസ്റ്റാൻഡേഴ്സ്, അതായത് പേഷ്യൻറ്റിന് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ അത് നമ്മളെ അറിയിക്കും, ഉള്ള ടെസ്റ്റുകൾ ചെയ്യും. അതിനുശേഷം നമ്മളത് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് പറ്റുന്നതാണ് മെഡിസിൻ എഴുതി കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ന്യൂറോളജി ആണോ, സർജറിനെയാണോ, അതോ മെഡിസിൻ ഡോക്ടറെയാണോ, അതോ ഗൈനക്കിനെയാണോ, ആരെയാണോ, അതോ ഓർത്തോനെയാണോ, ഏത് വിഭാഗത്തിലേക്കാണെന്ന് വെച്ചാൽ അവരെ വിളിക്കും. അവിടുന്ന് ഡോക്ടേഴ്സ് വന്ന് കാണും, അവർ ഡിസൈഡ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. എന്നാൽ നമ്മൾ ഡോക്ടേഴ്സ് ത്രൂ ഔട്ട് കൂടെ നിൽക്കുന്ന കുറച്ച് കേസസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം അപസ്മാരം, അതിന് നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ ഫുൾ ടൈം അവിടെ ഉണ്ടാകും. സ്റ്റേബിൾ ആക്കുന്നവരെ, ബ്ലീഡിങ് ആയിട്ട് വരികയാണ് പേഷ്യൻ്റ്, എന്ത് ബ്ലീഡിങ് ആണെങ്കിലും നമ്മൾ അവിടെ ഉണ്ടാകും. പിന്നെ ബോധമില്ലാതെ വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ടൈം പേഷ്യൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം നിങ്ങൾ ശരിക്കും ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ സിസ്റ്റത്തെയാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഒരു ഡോക്ടറെ പേരല്ല. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല 5 വർഷം പഠിച്ച് ഹൗസ് സർജൻസിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് വർക്ക് ചെയ്യാൻ വന്നൊരു ഡോക്ടർ ഒരു പേഷ്യൻ്റ് മോശം പറഞ്ഞു പോകണമെന്ന്. സോ നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പേഷ്യൻറ്റിനെ നോക്കിയിട്ട് അവർ വഴി നമുക്ക് നല്ലത് കേൾക്കണം, അറ്റ്ലീസ്റ്റ് അവർ സേവ് ആകണം എന്നൊരു തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആരാണെങ്കിലും അവർക്ക് ജോലി നന്നായാൽ മാത്രമേ ഉള്ളൂ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാനും സാലറിയും കിട്ടത്തുള്ളൂ. സോ എല്ലാവരും അവരെ ജോലി നന്നായി ചെയ്യാൻ വേണ്ടി മാത്രമേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ എസ്പെഷ്യലി ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ വേണ്ടത്ര കെയർ അവർ കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഒന്നും അറിയാത്ത ഒരാളെ മാത്രം ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല. ഐ തിങ്ക് ഞാൻ എൻ്റെ അഭിപ്രായവും എൻ്റെ അനുഭവമാണ് പറഞ്ഞത്.